ഹായ്, എവർക്കും സ്വാഗതം. ഇന്ന് നടന്ന 8/10/2024 നടന്ന ഓഫീസ് അറ്റൻഡർ പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് മാത്സിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അതിനുശേഷം മറ്റുള്ള ക്വസ്റ്റ്യനും ഇടാം. 71ാമത്തെ ക്വസ്റ്റ്യൻ, വിട്ടുപോയ സംഖ്യ ഏത് എന്നുള്ളതാണ്. വിട്ടുപോയ സംഖ്യ 2, 9, 28 -126 217. അപ്പോൾ നോക്കുക, 2 എന്നുള്ളത് 1ൻ്റെ ക്യൂബ് പ്ലസ് 1 ആണ്. അതുപോലെ 9 എന്നുള്ളത് 2ൻ്റെ ക്യൂബ് പ്ലസ് 1 ആണ്. അതുപോലെ 28 എന്നുള്ളത് 3ൻ്റെ ക്യൂബ് പ്ലസ് 1 ആണ്. അങ്ങനെ ആകുമ്പോൾ അടുത്തതായിട്ട് വരിക 4ൻ്റെ ക്യൂബ് പ്ലസ് 1 ആയ ഓപ്ഷൻ എ ആണ് വരിക. ഉത്തരം ഓപ്ഷൻ എ 65 ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റയാന കണ്ടെത്തുക എന്നുള്ളതാണ്. അര, മുക്കാൽ, 1/4, 2, 3/4 അങ്ങനെയാണ് പോകുന്ന ശ്രേണി. ഒരു പ്രത്യേക ശ്രേണിയാണ്. ആദ്യത്തെ അരയും മുക്കാലും തമ്മിലുള്ള ഡിഫറൻസ് അരയാണ്, 1/4 ഡിഫറൻസ് വരും. പിന്നെ അതിന് ശേഷം വരുന്നത് അര ഡിഫറൻസ് വരും. 3/4 1/4 അരയാണ് ഡിഫറൻസ് ഉള്ളത്. പിന്നെ 3/4 ഡിഫറൻസ് പോകും. അത് 1/4 2 തമ്മിൽ 3/4 ഡിഫറൻസ് പോകും. പിന്നെ അടുത്തതായിട്ട് വരേണ്ടത് ഒരു ഡിഫറൻസ് ആണ്. 1/4 ഡിഫറൻസ് കൂടി പോകുന്ന നിലക്ക്. അപ്പോൾ ഈ 2ന് ശേഷം വരേണ്ടത് 3 എന്നാണ്. ഇവിടെ 3/4 വന്നു. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ, തുടർച്ചയായ 2 ഇരട്ടസംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 68 ആയാൽ സംഖ്യകൾ ഏത് എന്നുള്ളതാണ് ഇത് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് 16, 18 എന്നുള്ളതാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ, 24 പേരുള്ള ടീമിലെ ശരാശരി തൂക്കം 50 കിലോഗ്രാമാണ്. 40 കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി 1/2 കിലോഗ്രാം കൂടി. പുതുതായി വന്നയാളുടെ തൂക്കം എത്ര എന്നുള്ളതാണ്. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ഇത്ര ചെയ്താൽ മതി. അതായത് 24 പേർക്കും അര വ്യത്യാസം കൂടുതൽ വരണം. അപ്പോൾ പോയ ആൾ 40 ആണ്. അപ്പോൾ അര വരുന്നെങ്കിൽ 24 അരകൾ കൂടുമ്പോൾ 12 ആവുക. അതായത് 2 പേര് കൂടുമ്പോൾ 1 ആവുള്ളൂ. അങ്ങനെ ടോട്ടൽ എത്ര വ്യത്യാസം വരും? 40-ൽ നിന്ന് 12 ഡിഫറൻസാണ് വരിക. അപ്പോൾ ഓപ്ഷൻ വരിക ഓപ്ഷൻ ഡി ആണ് വരിക. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ജോലി 6 ദിവസം കൊണ്ട് പി എന്നയാൾ ചെയ്തു തീർക്കുന്നു. അതേ ജോലി ക്യു എന്നയാൾ 18 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നുവെങ്കിൽ 2 പേരും ചേർന്ന് ആ ജോലി ഓപ്ഷൻ സി ആണ് വരിക. 4.5 ദിവസമാണ് വരിക. അതിൻ്റെ LCM എടുത്ത് ചെയ്താൽ മതി. ഇത്രയും സിമ്പിളായിട്ട് കിട്ടും. അതായത് 6, 18 ഇത് രണ്ടിൻ്റെ LCM 18 എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ടോട്ടൽ 18 യൂണിറ്റാണ് നമ്മുടെ ജോബ് ഉള്ളതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരാൾ പി എന്നയാൾ എന്ത് ചെയ്യും? ഒരു ദിവസം 3 യൂണിറ്റ് ജോലി ചെയ്യും. അതുപോലെ ക്യു എന്നയാൾ 1 യൂണിറ്റും ചെയ്യും. രണ്ടാളും കൂടെ 4 യൂണിറ്റേ ചെയ്യാം. 4 യൂണിറ്റ്. അപ്പോൾ 4 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? 16 ആകും. പിന്നെ ഇത്ര ദിവസം 4 ചെയ്യും. പക്ഷേ 4 ഫുൾ ആവശ്യമില്ല, പകുതി നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 4.5 ഉത്തരമായിട്ട് വരും. 4.5 ഉത്തരമായിട്ട് വരും. 4.5. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് 76ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരാൾ ഒരിടത്ത് സൈക്കിളിൽ പോകാനും തിരിച്ച് നടന്നു പോകാനും 10 മണിക്കൂർ എടുത്തു. അപ്പോൾ ഒരു ഭാഗത്തേക്ക് സൈക്കിളായിട്ടും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ടോട്ടൽ 10 മണിക്കൂർ എടുത്തു. 2 യാത്രയും സൈക്കിളിലായിരുന്നുവെങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു. അപ്പോൾ 6 മണിക്കൂറായിട്ടുള്ളൂ. 4 മണിക്കൂർ ലാഭിക്കുന്ന 2 ഭാഗത്തേക്കും സൈക്കിളായിരുന്നെങ്കിൽ 10 മണിക്കൂറത്തിന് 6 മണിക്കൂർ കൊണ്ട് എത്തുമായിരുന്നു. അപ്പോൾ 2 ഭാഗത്തേക്കും സൈക്കിളായിട്ട് പോകാൻ 6 മണിക്കൂർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഭാഗത്തേക്ക് 3 മണിക്കൂറാണ്. അപ്പോൾ സൈക്കിളിൻ്റെ ഒരു ഭാഗത്തേക്ക് 3 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടത്തിൽ നടന്നു പോകാൻ ഒരു ഭാഗത്തേക്ക് 7 മണിക്കൂറാണ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ 2 ഭാഗത്തും 7 7 14 ഉത്തരം ഓപ്ഷൻ ബി ആയിട്ട് വരും. 77ാമത്തെ ക്വസ്റ്റ്യൻ, എത്ര കാലം കൊണ്ട് 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2646 രൂപയാകും എന്നുള്ളതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? 5% അല്ലേ. അപ്പോൾ 2 വർഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. 2 വർഷത്തിൽ നമ്മൾ സാധാരണ ട്രയാങ്കിൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. സാധാരണഗതിയിൽ 2 1 എന്നുള്ള കോഡ് വരാം. 3 വർഷമാണെങ്കിൽ 3 3 1 വരും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് 2 വർഷം കൂടി ചെയ്യുമ്പോഴത്തേന് ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2400ൻ്റെ 5% എന്നുള്ളത് 10% 240 വരും. 5% 120 വരും. 120.
ഇനി 120ൻ്റെ 10% 12 നമുക്ക് 6 മതി, 5%. അപ്പം എന്ത് വരും? 2 × 120 240 വരും. 240 പിന്നെ ഒരു 6 246. അപ്പോൾ ഈ 2400 246 കൂട്ടുമ്പോൾ 2646 സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്. 2 വർഷത്തിന് സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക. ഇനി 78ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ക്രിയയുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ഉത്തരം ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഓപ്ഷൻ എ ആയിട്ടാണ് കാണുന്നത്. ഓപ്ഷൻ എ കേട്ടോ. അതായത് 5 ഈ റൂട്ട് നമ്മൾ ചെയ്യുമ്പോൾ 5 × 30 എന്ത് ചെയ്യും? 150 വരും. 152 വരും. 152/5 വരും. പിന്നെന്ത് വരും? 230 233/10 വരും. ഇതിന് നമുക്ക് ഒന്നിച്ചെടുത്ത് കൂട്ടുമ്പോൾ ഈ രണ്ടും സെയിം ആക്കിയാൽ മതി. അപ്പോൾ ഇതും 10 ആക്കുമ്പോൾ ഇത് 10 ആകുമ്പോൾ സ്വാഭാവികം ഇതിന് 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 304 വരും. 304 233 കൂട്ടുക. അങ്ങനെ ചെയ്ത് വന്ന് എന്ത് ചെയ്യും? നമുക്ക് ഉത്തരം ഏകദേശം ഓപ്ഷൻ എ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. 2 × √2 2 ആണല്ലോ വരുന്നത്. അപ്പോൾ ഉത്തരം എന്തായിട്ട് വരും? ഉത്തരം ഓപ്ഷൻ എ ആയിട്ടാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. 79 അതുപോലെ തന്നെ 210ൻ്റെ 31%, 10% 21 വരും. 42 63 30% വരും. 63 65 പോയിൻ്റ് എന്ത് ചെയ്യും? 65.1 വരും. 31%. അതുപോലെ 49ൻ്റെ 320ന് 49%, 320ന് 50% 160 വരും. 1% കുറക്കുമ്പോൾ എത്ര വരും? 156.8 വരും. ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ നമുക്കെന്ത് കിട്ടും? ഇവിടെ 1 വരും. 5 ഉം 8 ഉം 65 13 ശിഷ്ട 1 വരും. പിന്നെന്ത് വരും? 6 വരും. 6 അല്ല 6 12 അല്ലേ? അങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യും? അവസാനം നമുക്ക് ആൻസർ എന്താണെങ്കിലും എന്ത് ചെയ്യും? ആ രൂപത്തിൽ ചെയ്യുക കേട്ടോ. അതിൻ്റെ ശതമാനം എടുത്ത് ചെയ്യുക, കൂട്ടുക, ആൻസർ അറിയാം. നമുക്ക് ഓപ്ഷൻ ബി വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. അതുപോലെ ഒരേ വലിപ്പമുള്ള 3 പാത്രങ്ങളായി പാലും വെള്ളവും ചേർത്ത് മിശ്രിതം നടക്കുന്നു. ഓരോന്നിനും പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ 3:2, 2:1, 7:3. ഇവ മൂന്നും ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചാൽ ആ മിശ്രിതത്തിൽ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും റേഷ്യോ എന്നുള്ളത് എത്ര വരും? നമ്മൾ റേഷ്യോ മൊത്തം കൂട്ടി വയ്ക്കിയാൽ മതി കേട്ടോ. 3 2 അതുപോലെ 2 1 7 3. ഇത് മൊത്തം കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? 12 കൂട്ടുക. 5 ഉം 6 വരും. ഇവിടെ 6 വരും. ഇവിടെ എന്ത് ചെയ്യും? ഈ റേഷ്യോകൾ കൂട്ടുമ്പോൾ 10 ഉം 12 വരും. 12 10 ഇവിടെ 12 വരും. ഈ ഭാഗത്ത് 12:6 വരും. അത് നമുക്ക് എന്ത് ചെയ്യാം? 2:1 എന്ന ആൻസറിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ ഓപ്ഷൻ എ ആയിരിക്കും ഉത്തരമായിട്ട് വരിക. ഇത്രയാണ് മാത്സിലെ ക്വസ്റ്റ്യനുകളുള്ളത്. കുറച്ച് നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് പതിയെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.